ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാ ദിവസവും നമുക്കൊരു ഹാഫ് ആൻ അവർ ഗെയിം ആക്ടിവിറ്റീസ്, ജർമ്മൻ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ നവംബർ 2 to 3 വീക്സായി റിസൾട്ട് വന്നിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി. പേഴ്സണലി പറയുകയാണെങ്കിൽ ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തിൽ നമ്മൾ പോകണമെന്ന് ഡ്രീമും ചെയ്തു. ഞാൻ ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2025 ഏപ്രിൽ ജോയിൻ ചെയ്തപ്പോൾ A1 ഏറ്റവും നല്ലോണം ഉഴപ്പിയിരുന്നു. പിന്നെ നമ്മൾ ജിസ്മിൻ സാർ എന്ന് പറഞ്ഞു ഇങ്ങനെ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഒരു കോൺഫിഡൻസ് ആയി. ശരിക്കും B1 B2 വരെ വൃത്തിക്ക് പഠിച്ചു പോയി. ഞാൻ ടെൽക്കാണ് എഴുതിയത്. ടെൽക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഞങ്ങളെ ഫാക്കൽറ്റീസിനാണ്. ഇവിടുത്തെ ക്ലാസ് എന്ന് വെച്ചാൽ നല്ല ഇൻട്രാക്റ്റീവാണ്. ഒരിക്കലും ബോറിംഗ് ആയി തോന്നിയിട്ടില്ല. ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും നല്ല ആക്റ്റീവായിട്ടാണ് ക്ലാസ്സസ് എല്ലാം ഉണ്ടാകുന്നത്. കുറേ ആക്ടിവിറ്റീസും ജർമ്മൻ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ സെൽഫായിട്ടുള്ള എഫേർട്ടും ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. ദേവിക മാഡും കൃതിക മാഡം നമുക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എഫേർട്ട് കൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എക്സാം തന്നെ പാസ് ചെയ്യാൻ വേണ്ടി പറ്റി. നല്ല സന്തോഷം. എക്സാമിൻ്റെ സമയത്താണെങ്കിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അപ്പോൾ അങ്ങനത്തെ ഓരോ സിറ്റുവേഷനിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഓരോരോ ഫാക്കൽറ്റീസും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കൃതിക മാം, ദേവിക മാം, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ ഗോയിത്തയാണ് എഴുതിയത്. 2 മൊഡ്യൂൾ എഴുതി. 2 മൊഡ്യൂൾ ഞാൻ പാസ്സായിട്ടുണ്ട്. ഞാൻ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ അറ്റംപ്റ്റ് ചെയ്തായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. കൃതികാമ്മയുടെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഗോയിത്തെ മെറ്റീരിയൽ എല്ലാം നല്ല കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒത്തിരി തേമയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്തിന് എന്നെ ആളുകൾ. ഞാൻ കുറച്ച് ക്ലാസ് എടുക്കാൻ പോയി. കുറച്ച് കാലിക്കറ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. നല്ലൊരു ജോബിൽ നിന്ന് ഇറങ്ങി. സോ ഇങ്ങനെ ജർമ്മൻ പഠിക്കാൻ കാരണം എന്താണ്, ഐ ഹാഡ് ഡ്രീം ലൈക്ക് യൂറോപ്യൻ കൺട്രീസിൽ പോയി ഒന്ന് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു.